Good afternoon. Good afternoon, Miss. Good Good afternoon. afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഞാനാണ് ട്ടോ മിസ് റംസീന. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം കരുളേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. എന്നെന്നും നിന്റെ പുണ്യനാടങ്ങൾ പാടുവാൻ നാദമരുളേണം. എന്നെന്നും നിന്റെ പുണ്യനാമം പാടുവാൻ നാദം നൽകണം. മിണ്ടുന്നതെല്ലാം മധുരമാവേണം, നന്മകൾ മാത്രം തോന്നണം. മിണ്ടുന്നതെല്ലാം മധുരമാവേണം, നന്മകൾ മാത്രം തോന്നണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. ഓക്കെ, താങ്ക്സ്. ഓക്കെ, സൈൻ ഇൻ. Strong എന്ന് പറഞ്ഞാൽ എന്താണ്? Be strong means not only having big muscles but also having a big heart. Ma'am, clear ആണോ ma'am? Voice clear ആണോ? ക്ലിയർ ആണ്. പറഞ്ഞോളൂ. And a brave mind. A strong child tries again even after making a mistake. A strong child says, I can do it, and keeps going step by step. Strong kids speak kindly, help others, and tell the truth. നമ്മൾ എപ്പോഴും ഒരു ക്ലാസ്സിൽ ചേരുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിന് അടുത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കോട്ടാണ് സ്ട്രോങ് ആവുക എന്ന് പറഞ്ഞാൽ മസിൽസ് കൊണ്ട് സ്ട്രോങ് ആവുക അല്ല, നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആക്കുക എന്നാണ്. നമ്മുടെ തോട്ട്സ് സ്ട്രോങ് ആക്കുക, വേർഡ്സ് സ്ട്രോങ് ആക്കുക. എവറി ഡേ നമ്മൾ നമ്മളെ തന്നെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുക. വേറൊരാളുടെ കൂടെ കോമ്പീറ്റ് ചെയ്തല്ല, ഡെയിലി നമ്മളുടെ കൂടെ തന്നെ നമ്മൾ ഇന്നത്തെ കാട്ടിയും ബെറ്റർ ആണോ നാളെ എന്ന് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. താങ്ക് യു മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഓക്കെ മാം, ഒരു ബുക്കിനെ കുറിച്ചിട്ട് റിവ്യൂ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാനിയൽ ഡീഫോയുടെ റോബിൻസൺ ക്രൂസോ എന്ന പുസ്തകത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഞാൻ 9ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് വായിച്ചൊരു ബുക്കാണ്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. അതിലുള്ള കഥയും ഇതൊന്നും. അതിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ ഇന്ന് പറയുന്നത്. അതിജീവനത്തിന്റെയും മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും ഒരു ക്ലാസിക് നോവലാണ് ഇത്. ഒരു കപ്പൽ ഛേദത്തിൽപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യൻ ആൾവാസമില്ലാത്ത ഒരു ദ്വീപിൽ എങ്ങനെ അതിജീവിച്ചു എന്നും അയാൾ അവിടെ എങ്ങനെ സ്വന്തമായി ഒരു ലോകം ഉണ്ടാക്കിയെടുത്തു എന്നുമുള്ളതിന്റെ വിശദമായ വിവരങ്ങളാണ് ഈ നോവലിൽ. ചോളകൃഷി, പാത്രനിർമ്മാണം, നരഭോജിയിൽ നിന്ന് രക്ഷപ്പെടാൻ മരം മുറിച്ചുപയോഗിച്ചുള്ള വലിയ മതിലുകെട്ട് തുടങ്ങിയവയെല്ലാം ഈ അതിജീവനത്തിന്റെ ഭാഗമാണ്. ഏത് പ്രതിസന്ധികളിലും തളരാതെ പോരാടാനുള്ള മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും അവന്റെ കഴിവിന്റെയും പ്രതീകമാണ് റോബിൻസൺ ക്രൂസോ. തികച്ചും ഒറ്റപ്പെട്ട അദ്ദേഹം ഈ ഏകാന്തതയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കണ്ടെത്തിയ മാർഗമായിരുന്നു ഒരു തത്തയെ മെരുക്കിയെടുക്കുക എന്നത്. തത്തയെ സംസാരിക്കാൻ പഠിപ്പിച്ച ശേഷം റോബിൻസൺ അതിനോട് സംസാരിക്കുകയും തന്റെ വികാരങ്ങൾ പങ്കിടുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന് വലിയ ഒരു ആശ്വാസമായി തോന്നി. ഇതിനോടൊപ്പം തന്നെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അദ്ദേഹം ഒരുപാട് പയറ്റുന്നുണ്ട്.
കപ്പൽ നശിച്ചതിന് ശേഷം അയാൾ അതിൽ നിന്ന് ലഭിച്ച സാധനങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് വർഷങ്ങൾ എടുത്ത് ഒരു വലിയ തോണി ഉണ്ടാക്കുന്നു. എന്നാൽ ആ വലിയ തോണി കടലിലേക്ക് കൊണ്ടുപോകാൻ അയാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല. എന്നാൽ വർഷങ്ങളുടെ തന്റെ പ്രയത്നം ഉപകാരമില്ല എന്നറിയുമ്പോൾ അയാൾ തകർന്നു പോകുന്നു. എന്നാൽ തോൽവി സമ്മതിക്കാതെ പിന്നീട് കരയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു തോണി ഉണ്ടാക്കി അതിൽ വിജയിക്കുകയും ചെയ്യുന്നു. റോബിൻസൺ ക്രൂസോയുടെ ജീവിതം എത്ര വലിയ പ്രതിസന്ധികളെയും നമുക്ക് അതിജീവനത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു വ്യക്തിയുടെ അതിജീവനത്തിന്റെ മാത്രമല്ല, മറിച്ച് ഒറ്റപ്പെടലിലും ഏകാന്തതയിലും മറ്റുള്ളവരിലേക്ക് എത്തുക എന്ന മനുഷ്യന്റെ അടങ്ങാത്ത ശ്രമത്തിന്റെയും കഥയാണ്. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. ഞാനുണ്ട് ഒരു ബുക്കിന്റെ റിവ്യൂ. പക്ഷെ നമുക്ക് വലിയ മീൻസ് നമ്മുടെ ഒരു ഏജ് ലിമിറ്റിനനുസരിച്ചല്ല, സ്റ്റുഡൻസിന്, കുഞ്ഞു കുട്ടികൾക്ക്, നഴ്സറി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ബുക്ക് റിവ്യൂ. അപ്പൊ ഈ ബുക്ക് റിവ്യൂ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ആൻഡും ഉണ്ട് കാറ്റർപില്ലറും ഉണ്ട്. ഒരു സ്റ്റോറി പോലെയാണ് വന്നിരിക്കുന്നത്. ഈ ആൻഡ് കാറ്റർപില്ലറിന്റെയും സ്റ്റോറിയിൽ ഇത് കാണിക്കുന്നത് ഇപ്പോൾ സമ്മർ ടൈമാണ്, സമ്മർ സീസൺ ആണ്. ഈ സമ്മർ സീസണിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ആൻഡ് കാറ്റർപില്ലറിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുപോലെ ഈ കാറ്റർപില്ലർ വളരെ ലേസി ആയിട്ടുള്ള ഒരു കാറ്റർപില്ലർ ആണ് ഇതിൻ്റെ അകത്ത് ഈ സ്റ്റോറിയിൽ വരുന്നത്. ആൻഡ് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൻഡും ആണ്. അപ്പോൾ ഡെയിലി ആൻഡ് പോകുന്നു, സമ്മർ ടൈമിൽ വളരെ കഷ്ടപ്പെടുന്നു. അതിനുള്ള ഫുഡിന്റെ ഗ്രെയിൻസ് അത് ശേഖരിച്ച് വെക്കുന്നു. അറ്റ് ദ സെയിം ടൈം ആ സമയത്തിന് കാറ്റർപില്ലർ ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് ചാടി ലൈഫ് വളരെ എൻജോയ് ചെയ്യുകയാണ്. അപ്പം ആൻഡ് പറയും, നിനക്കൊന്നും തന്നെ ചെയ്യാനില്ലേ ഡെയിലി എന്ന് ചോദിക്കും. അപ്പൊ ഈ ലേസി ആയിട്ടുള്ള കാറ്റർപില്ലർ പറയും, നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്, ഇപ്പം നമുക്ക് ഫുഡ് കഴിക്കാനുണ്ടല്ലോ എന്ന് പറയും. അപ്പൊ ആ സമയത്തിന് ഈ കാറ്റർപില്ലർ പറയാണ്, നമുക്കിപ്പോ ഉണ്ടല്ലോ ഫുഡ് കഴിക്കാനായിട്ടെന്ന് ആൻഡിനോട് ചോദിക്കുമ്പോൾ ആൻഡ് പറയും, ഇപ്പോ സമ്മറാണ്, ടൈം വരും പോവാണ്, അപ്പൊ നമുക്ക് ആവശ്യം വരും. ആ സമയത്തിന് പെട്ടെന്ന് തന്നെ ഡിസംബർ കഴിഞ്ഞു പോവുകയും നെക്സ്റ്റ് ബ്ലോസം ആയി. പിന്നെ അടുത്ത് വിന്റർ ടൈം വന്നപ്പോഴത്തേക്കിനും വളരെ കഷ്ടപ്പെട്ട് ആൻഡ് ശേഖരിച്ചു വെച്ചതുകൊണ്ട് അവർ സേഫ് ആയിട്ടൊരു സ്ഥലത്തിരുന്ന് എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ സമയത്തിന് വിന്റർ കാരണം ഫുഡൊന്നും കിട്ടാനില്ലാതെ കാറ്റർപില്ലർ കഷ്ടപ്പെടാൻ തുടങ്ങിയ ആ സമയത്തിന് അതിന് ഒരിടത്ത് കയറി ഇരിക്കാൻ ഒരു ഇടവുമില്ല, ഫുഡും ഇല്ല കഴിക്കാൻ. കാറ്റർപില്ലർ വളരെ കഷ്ടപ്പെട്ട് ആൻഡിന്റെ അടുത്ത് പോയി ഹെൽപ്പ് ചോദിക്കാൻ പോകുമ്പോൾ ആൻഡ് പറയും, നിനക്ക് നേരത്തെ ഉള്ള സമയത്തിന് നീ എന്തെങ്കിലും കഷ്ടപ്പെട്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഫുഡ് ആക്കിയിരുന്നെങ്കിൽ ഇപ്പൊ ഈ വിന്റർ ടൈമിന് ഇഷ്ടമില്ലായിരുന്നു. ഇതിൽ നിന്ന് നമ്മുടെ മോറൽ ഓഫ് ദ സ്റ്റോറി എന്താണ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്, നമ്മുടെ സ്റ്റുഡൻസിന്, നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമുക്ക് പറ്റുന്ന ടൈമിന് നമുക്ക് എന്താണോ നമ്മൾ ഇപ്പൊ ശേഖരിക്കുന്നത്, അത് നോളേജ് ആവട്ടെ, അത് ഫുഡ് ആവട്ടെ, റിസോഴ്സ് ആവട്ടെ, എന്തും നമുക്ക് പറ്റാത്തൊരു സമയത്തിന് നമുക്കത് ഉപകരിക്കും. ഇതാണ് മോറൽ ഓഫ് ദ സ്റ്റോറി. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? മാം, ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ എല്ലാരും സെമിനാർ എടുത്ത്, ഞാൻ ക്ലാസ് ഇന്നലെ കണ്ടായിരുന്നു. സെമിനാർ ഒരു സബ്ജക്റ്റിന്റെ സെമിനാർ എടുത്തു. അപ്പൊ ഞാൻ ഒരു സെമിനാർ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. ഹിയറിംഗ് ഇമ്പയർമെന്റ്. ഇതിൽ രണ്ടാമത്തെ പോയിന്റ് ആയ ഹിയറിംഗ് ഇമ്പയർമെന്റ്. ആരൊക്കെയാണ് സെമിനാർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പറയാമോ? റസ്മിനി ഉണ്ട്, പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട് മാം. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്യാത്തവര് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് മാം. ചെയ്തിട്ടുണ്ട് സത്യത അല്ലേ? അതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനൊരു സർപ്രൈസ് കണ്ടായിരുന്നു എന്റെ ഫോണില്. എന്തായിരുന്നു നോക്കിക്കാമോ? ഫോട്ടോ ആണോ? പിക്ചർ ആണോ? അതെ, ഫോട്ടോ ആണ്. ഇത് നിങ്ങൾ എങ്ങനെ ഒപ്പിച്ചു? നമ്മള് ഷിജിനാസിനാണ് ഫുൾ ക്രെഡിറ്റും. ഷിജിനാസ് ആണ്? അതെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷിജിനാസാണ്. അതെ അല്ലേ? ഓക്കെ. അപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എന്തെങ്കിലും എടുത്തായിരുന്നു അല്ലെ? അങ്ങനെയാണോ ഫോട്ടോ കിട്ടിയത്? ടീച്ചേഴ്സിന്റെ ഒക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മളോടൊക്കെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ടീച്ചേഴ്സിന്റെ എനിക്കറിയില്ല. ഷിജിനാസിന്റെ ക്ലാസ്സിലുണ്ടോ അറിയില്ല. ഉണ്ടോ ഷിജിനാസ്? ഷിജിനാസ് കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും നന്നായിരുന്നു കേട്ടാ. ഭയങ്കര സന്തോഷമായി കണ്ടപ്പോ.
ഓക്കെ. അപ്പൊ നമുക്ക് സെമിനാർ പ്രസന്റ് ചെയ്യും. തുടങ്ങിക്കോളൂ റസ്മിന. Okay, ma'am. Hearing impairment. Children with the hearing impairment. അതാണ് ഞാൻ സെലക്ട് ചെയ്തത്. Hearing impairment refers to a partial or total loss of ability to hear sound. For children, hearing plays a vital role in speech, language development, communication, and learning. When hearing is limited or absent, it can impact child's academic progress, social interaction, and emotional well-being. Understanding hearing impairment helps parents, teachers, and society provide better support to affected children. Types of hearing impairment. 3 types of hearing impairment ഉണ്ട്. ഇതാണ് പറയുന്നത്. Conductive hearing loss. Problems in the outer or middle ear. Often temporary. അത് ചിലപ്പോൾ ടെമ്പററി ആയിരിക്കാം, പിന്നീട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നത്. Sensory neural hearing loss. Damage the inner ear or auditory nerve. Usually permanent. So, mixed hearing loss. Combination of above 2 types. രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് മിക്സഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ജനറ്റിക് ഫാക്ടേഴ്സ്, കോംപ്ലിക്കേഷൻ ഡ്യൂറിംഗ് ബർത്ത്, frequent ear infections like measles or meningitis, exposure to loud noise, head injuries. ഇതിൽ 2 കാര്യത്തിന്റെ എക്സാമ്പിള് എനിക്ക് പരിചയമുള്ള 2 കുട്ടികളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒന്ന് ഇൻഫെക്ഷൻ ലൈക്ക് മീസിൽസ് ഓർ മെനിഞ്ചൈറ്റിസ്. ഒരു മീസിൽസ് വന്നിട്ട് ശ്രദ്ധിക്കാതെ പോയി, അതായത് ചെവിയിൽ ഇങ്ങനെ ഒരു മൂളൽ പോലെ കേൾക്കുകയും അത് ശ്രദ്ധിക്കാതെ പോയത് കാരണം ആ ഒരു ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ടതായിട്ട് എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരു എക്സാമ്പിൾ ഉണ്ട്. പിന്നെ അതുപോലെ ബേർത്തിന്റെ ടൈമിൽ വന്ന കോംപ്ലിക്കേഷൻ, അതായത് ജനിച്ച് ഒരു 6 ദിവസത്തിന് ശേഷം ഹെഡിൽ ഒരു ഇഞ്ചുറി ഉണ്ടാവുകയും അതിൽ നിന്നുണ്ടായ ബ്ലീഡിങ് കാരണം ഇയറിന്റെ നെർവ്സിന് എന്തോ പ്രോബ്ലം സംഭവിക്കുകയും പിന്നീട് ചെവി പൂർണ്ണമായിട്ട് ഈ ഒരു പെർസെന്റേജ് മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആ കുട്ടി 4 വയസ്സായി. ഇപ്പൊ 10 ലക്ഷം ഒരു ഓപ്പറേഷൻ നടന്ന് കേൾവില്ല. ഇപ്പൊ അതിനെ ഐസൊലേറ്റ് ചെയ്ത് കേൾവി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാരണം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇത് ചിൽഡ്രൻസിൽ എഫക്ട് ചെയ്യുക? ഡിലേഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഡിഫിക്കൽട്ടി അണ്ടർസ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ്, റെഡ്യൂസ്ഡ് ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ, സോഷ്യൽ വിഡ്രോവൽ ഓർ ഫ്രസ്ട്രേഷൻ. ഇനി അതിന് നമുക്ക് സപ്പോർട്ടീവ് ചെയ്യാൻ വേണ്ട മെഷേഴ്സ്: ഏർലി സ്ക്രീനിങ് ആൻഡ് ഡയഗ്നോസിസ്, ഹിയറിംഗ് എയ്ഡ്സ് ഓർ കോക്ലിയർ ഇംപ്ലാന്റ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി, sign language and visual communication, classroom accommodation such as visual aids, FM systems, and teacher support. Conclude ആണ്. Hearing impairment is challenging condition, but with early detection, appropriate medical care, and strong educational support, children with hearing difficulties can lead successful and fulfilling lives. Increased awareness and inclusive practice help ensure that every child receives equal opportunities to grow, learn, and communicate effectively. Thank you, ma'am. Okay, very good. Then Safida. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഞാൻ തയ്യാറാക്കുന്നത് റിട്ടയർഡ് ചിൽഡ്രൻ, അതിനെക്കുറിച്ചുള്ള സെമിനാറാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. The education of mentally retired children is a special problem whose solution needs a certain amount of knowledge. Many of them are not capable of learning. Their memory and power of determination is poor. Their ability to understand or comprehend is also unusually poor. Their creative growth remains arrested. The Montessori environment and materials are great help for these students. The teachers should deal with these students with a good patience. മെന്റലി റിട്ടയർഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ സാധാരണയായി പറയാറുള്ളത് ബുദ്ധിപരമായി വൈകല്യമുള്ള കുട്ടികൾക്കാണ്, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയും.
ഈ അവസ്ഥ കുട്ടിക്കാലത്ത് തന്നെ പ്രകടമാവുകയും തലച്ചോറിന്റെ വളർച്ചയെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ്. പഠിക്കാനും സ്വതന്ത്രമായി ജീവിക്കാനുമുള്ള കഴിവുകളെ ഇത് തടസ്സപ്പെടുത്തുന്ന ഒരവസ്ഥയാണിത്. ഇത് ആശയവിനിമയം, സാമൂഹിക കഴിവുകൾ, സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് കഴിവ്, ഇതെല്ലാം ബാധിച്ചേക്കാം. ഒരു ടീച്ചർ എങ്ങനെ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യാമെന്ന് നോക്കാം. ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് പ്ലാൻസ് തയ്യാറാക്കുക, സെൻസറി മെറ്റീരിയൽസ് ഉപയോഗിക്കുക, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് നൽകുക തുടങ്ങിയവ അവയിൽ പെട്ടതാണ്. ഇനി ഇതെല്ലാം എന്താണെന്ന് നോക്കാം. ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് എന്നാൽ ഓരോ കുട്ടിയുടെയും ആവശ്യങ്ങൾക്കും കഴിവുകൾക്കും അനുസരിച്ച് പ്രത്യേകം തയ്യാറാക്കുന്ന പഠന പദ്ധതികളാണിത്. സെൻസറി മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ കുട്ടികളെ ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്ന പഠന ഉപകരണങ്ങളാണ്. ഉദാഹരണത്തിന് പല നിറങ്ങളിലുള്ള വസ്തുക്കൾ, പല ടെക്സ്ചറിലുള്ള വസ്തുക്കൾ തുടങ്ങിയവയാണവ. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നാൽ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? സനീഷ ചെയ്തിട്ടുണ്ടോ? മിസ്. ഓക്കെ, പ്രസന്റ് ചെയ്തോളൂ കേട്ടോ. മിസ്, ഞാൻ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ അല്ല, മൊത്തം ചാപ്റ്ററിൽ നിന്ന് ഒരു ടോപ്പിക് എടുത്തിരുന്നു. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. The family has to teach the children to keep themselves clean and healthy. They must be taught to wash their hands before and after meals and after going to toilet. Take bath regularly. Have regular toilets habit. Clean teeth every morning and before going to bed. Drink sufficient water to clear out the system. Besides the above, the children must also be taught healthy habits such as to use handkerchief when sneezing and coughing, to spit only in a part of it, not to use open space for urinating or passing bowel movements, and not to walk uncovered feet. It is the family's duty to teach the children the civic duties and develop civic sense in them. എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മളെ കുട്ടികളെ എങ്ങനെയാണോ ക്ലീൻ ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതിനുള്ള മെയിൻ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ രണ്ടു വട്ടം കൈ കഴുകുക, ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുന്നും കഴിച്ചതിന് ശേഷം, അതുപോലെ ബാത്റൂം പോയതിനു ശേഷം ഒക്കെ കൈ കഴുകുക, അതുപോലെ കുളിക്കുക, 2 നേരം കുളിക്കുക, പിന്നെ റെഗുലർ ആയിട്ട് ടോയ്ലറ്റ്സിലേക്ക് പോവുക, അതായത് എല്ലാ ദിവസങ്ങളിലും ടോയ്ലറ്റ് ഹാബിറ്റ്സ് ഉണ്ടാക്കുക, അതുപോലെ പല്ല് തേക്കുക. അങ്ങനെ നമ്മള് ഫസ്റ്റ് ചെയ്യുന്ന പ്രഭാത കർത്തവ്യങ്ങളൊക്കെ ആ കുട്ടികളെ തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. പിന്നെ അതുപോലെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് തുമ്മലോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ മറ്റു കുട്ടികൾക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് കർച്ചീഫ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ അതുപോലെ പുറത്ത് നമ്മൾ പൊതുസ്ഥലങ്ങളിലൊന്നും മൂത്രമൊഴിക്കാനോ മലവിസർജനം നടത്താനോ പാടില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം അവർക്ക്. അതുപോലെ തന്നെ ഇതൊക്കെ കൂടാതെ നമ്മൾ സോഷ്യലി കണക്റ്റഡ് ആയിരിക്കണം. എങ്ങനെയാണോ ഒരു പൗരത്വ ബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാനും വീട്ടിൽ നിന്നാണ് ചെയ്യേണ്ടത്. താങ്ക് യു മിസ്. നന്നായിരുന്നു കേട്ടോ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ്, എല്ലാവർക്കും ഇതിനെ കുറിച്ച് ഇപ്പൊ ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെ? സെമിനാർ പ്രസന്റ് ചെയ്തതുകൊണ്ട് ഏകദേശം ചില കാര്യങ്ങൾ കിട്ടിയിട്ടില്ലേ? എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പോ ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ്, അത് ഞാൻ നേരത്തെ ആദ്യത്തെ പോയിന്റ് പറഞ്ഞായിരുന്നില്ലേ? ഫസ്റ്റ് പോയിന്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതല്ലേ ഞാൻ, വിഷ്വൽ ഇമ്പയർമെന്റ്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ക്ലാസ്സില്, കഴിഞ്ഞ ആഴ്ച അല്ല, അതിന്റെ മുമ്പത്തെ ഹിയറിംഗ് ഇമ്പയർമെന്റ് തുടങ്ങിയതാണുള്ളത് അല്ലെ? ഓക്കെ. അപ്പോ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് ഈ കേൾവി വൈകല്യമുള്ള കുട്ടികൾക്ക് വളരെയധികം ആവശ്യമുള്ള ഒന്നാണ്. കാരണം സാധാരണ കുട്ടികളെ പോലെ അല്ല അവര് അല്ലെ? സാധാരണ നോർമൽ ആയിട്ടുള്ള ചിൽഡ്രൻസിനെ പോലെയാണോ? ആണോ അല്ലയോ? അല്ല. അല്ല.
ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ പ്രത്യേകിച്ചും അവർക്ക് ഒരു എന്താ പറയാ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള ഒന്നാണ്. ഈ ഹിയറിംഗ് ഇമ്പയർമെന്റ് അഥവാ കേൾവി വൈകല്യം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ വളരെ സിമ്പിൾ ഫോമിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആയിരിക്കാം. രണ്ട് തരമുണ്ട് അത്. ഓക്കെ, ഒന്ന് മൈന്യൂട്ട് ആയിട്ടുള്ള കേസുകളുണ്ട്, മറ്റൊന്ന് കുറച്ചും കൂടി ഗുരുതരമായിട്ടുള്ള കേസുകളുണ്ട്. അപ്പോ ഇതിനകത്ത് അതായത് ഹിയറിംഗ് ഇമ്പയർമെന്റിന്റെ തോത് അനുസരിച്ച്, അതായത് അതിന്റെ ഒരു ഡിഗ്രീസ് അനുസരിച്ച് അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആയാലും അവർക്ക് കൊടുക്കുന്ന കെയർ ആയാലും വ്യത്യാസപ്പെടും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ അങ്ങനെയുള്ള കുട്ടികള് നമ്മളെ ഈ ഒരു അതായത് ഹിയറിംഗ് ഇമ്പയർമെന്റ് ഡയഗ്നോസ് ചെയ്യപ്പെടുവാണെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ 5 കുട്ടികളിൽ ഈ ഒരു കേൾവി വൈകല്യം ഉണ്ടെങ്കിൽ 5 കുട്ടികളുടെയും ഡിഗ്രീസ് എന്ന് പറയുന്നത്, തോത് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കുള്ളൂ. ഓക്കെ, ചിലർക്ക് കുറവായിരിക്കാം, ചിലർക്ക് കൂടുതലായിരിക്കാം. അപ്പൊ അതിന്റെ ഡിഗ്രി അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ കുട്ടികൾക്കും നമുക്ക് അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റും കെയറും ട്രെയിനിങ്ങും കൊടുക്കുന്നത്. മനസ്സിലായോ? നമ്മള് അത് തിരിച്ചറിയാണ് ആദ്യം വേണ്ടത് കേട്ടോ. ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, തിരിച്ചറിയണം. അവരെ നമുക്ക് കൂടുതലായിട്ട് നമ്മൾക്ക് അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്താൽ മാത്രമാണ് നമ്മൾക്ക് എത്രത്തോളമാണ് അവർക്ക് ആ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അവരുടെ മൈൻഡ് അതുപോലെ തന്നെ അവരുടെ ബിഹേവിയർ ഒക്കെ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. സാധാരണ കുട്ടികളെ പോലെ ആയിരിക്കില്ല. ഓക്കെ, അവരുടെ മനസ്സിലുള്ള തോട്ടുകളും അതുപോലെ അവരുടെ ബിഹേവിയർ, മറ്റുള്ളവരോടുള്ള ബിഹേവിയറും ഒക്കെ വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും നിർബന്ധമാണ്. അവരുടെ ഉള്ളിലുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടും അല്ലെ. എന്താണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമാണ് ആ കുട്ടികളെ നമുക്ക് സാധാരണ കുട്ടികളുടെ ഇടയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്യുക, അതോടൊപ്പം തന്നെ പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ്ങുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ കുട്ടികളിൽ ഈ കുറവ് നികത്താനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഓരോ കുഞ്ഞുങ്ങളെയും നിങ്ങൾ ആദ്യം തിരിച്ചറിയാണ് ചെയ്യേണ്ടത് അല്ലെ. നമ്മളിപ്പോ നിങ്ങൾക്കൊരു മോണ്ടിസോറി ടീച്ചറായിട്ട് ഒരു സ്കൂളില് ജോലി കിട്ടിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തില് അത്തരത്തിലുള്ള ഒരു സ്കൂളില് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാനിടയുണ്ട്. അപ്പൊ നമ്മൾ പ്രത്യേകമായിട്ടുള്ള അറ്റൻഷൻ, അതായത് മറ്റു കുട്ടികളെ നോക്കുന്നത് പോലെ തന്നെ അതിനേക്കാളും കുറച്ച് കൂടുതലായ അറ്റൻഷൻ അവർക്ക് കൊടുത്ത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ആ കുട്ടിക്ക് ആ ഒരു കുറവുണ്ടെന്ന് വിചാരിച്ച് ഒരിക്കലും ആ കുട്ടിയെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ ഒന്നും തന്നെ പാടില്ല. മറിച്ച് ആ കുട്ടിയെ കുറച്ചും കൂടി കെയർ കൊടുത്തു കഴിഞ്ഞ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കുട്ടികളെ പോലെ തന്നെ ആ കുട്ടികളെ ആക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും കമ്മ്യൂണിക്കേഷനും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ നമുക്ക് കണ്ടെത്താനും അതുപോലെ തന്നെ അവരിലെ കാര്യങ്ങൾ തിരിച്ചറിയാനും സാധിക്കുകയുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ആ, അപ്പോ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കുറച്ച് കാര്യങ്ങൾ, അതായത് ഡീറ്റെയിൽസ് പറയേണ്ട സ്ഥലത്ത് ഞാൻ പറയാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് ഇവരെ ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് വൺ ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആണ്. ഓക്കെ, ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് കുട്ടികൾക്ക് പലതരത്തിലുള്ള ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാകാം. ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആണ്, അതായത് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട്, ഡിസബിലിറ്റീസ് ഉണ്ട്. അതിനെയാണ് ഇതും 4ാമത്തെ പോയിന്റ് എടുത്തതാണ് ഞാൻ. ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ട് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഓരോ കുട്ടികളെ കൊണ്ടും. അല്ല, ഞാൻ പറഞ്ഞായിരുന്നു എക്സ്പ്ലനേഷൻ. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ പറഞ്ഞു ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും. എന്നാലും ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത് കേട്ടോ. പറയണ്ടേ? പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് ഓർമ്മ ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ. അപ്പൊ കുട്ടികൾക്ക് ഈ ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് ജന്മന ചില പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട് അല്ലെ. ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ട്.
ചിലർക്ക് ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ടൈമില് ചില പ്രശ്നങ്ങൾ മൂലം ഡിസേബിൾഡ് ആകുന്ന കുട്ടികളുണ്ട്. പ്രഗ്നൻസി ടൈമിൽ മദറിന് എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസോ ആക്സിഡന്റോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡിസബിലിറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, എന്തെങ്കിലും രോഗങ്ങൾ അത് ചിലപ്പോ ആ പ്രഗ്നൻസി ടൈമിലായിരിക്കും ചിലപ്പോൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ചിലപ്പോ ആ സമയത്ത് ഇപ്പൊ നമ്മൾ സാധാരണ വരുന്ന എന്തെങ്കിലും രോഗങ്ങളായിരിക്കാം. ആ സമയത്ത് വന്നു കഴിഞ്ഞാല് ചിലപ്പോ അത് കുഞ്ഞിനെ അത് ഗുരുതരമായിട്ട് ബാധിക്കും. ചിലപ്പോ ചില കേസുകൾക്ക് അബോർഷൻ സംഭവിക്കാറുണ്ട്. അബോർഷൻ സംഭവിക്കാത്ത കേസുകളൊക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സ് പ്രത്യേകിച്ച് എടുത്ത് പറയാറുണ്ട്, ഇത് കുറച്ച് റിസ്ക് ആണ്, കുട്ടിയെ വേണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നുള്ളതൊക്കെ അവർ പറയാറുണ്ട്. അപ്പോ ഈ എന്താ പറയാ പ്രഗ്നന്റ് വുമണിനും അവരുടെ ഹസ്ബൻഡിനും ആവശ്യത്തിനുള്ള കാര്യങ്ങൾ, അതായത് എന്തൊക്കെയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. റിസ്കുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കും. അതായത് ഭയങ്കര ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുവാണെങ്കിലാണ് കേട്ടോ, അതായത് അസുഖങ്ങൾ മൂലം നമ്മൾ കുത്തിവെക്കുന്ന മരുന്നുകൾ, ആന്റിബയോട്ടിക്സ്, അതുമൂലമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് ആ സമയത്ത് ചിലപ്പോ നമുക്ക് അറിയാൻ പറ്റിയില്ലെങ്കിൽ കൂടി കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ എന്ത് അറിയുന്നത്, ഇങ്ങനെയുള്ള ഒരു പ്രശ്നം അറിയുന്നത്. ഓക്കെ, ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഓർമ്മയുണ്ടോ? ഒരു ടൈഫോയിഡ് അത് ഇത് തന്നെയാ. ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞതും ഇത് തന്നെയാണ്. പക്ഷെ അതന്ന് ആ സമയത്ത് കേട്ടില്ല ആ ഒരു ഇത് കൊണ്ട്. പക്ഷെ ദൈവം സഹായിച്ചൊന്നും ഉണ്ടായില്ല മോന്. അപ്പോ ഇതാണ്, അതായത് നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ നമ്മൾക്ക് വരുന്ന അസുഖങ്ങള്, അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന ആക്സിഡന്റുകള്, അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡെഫിഷ്യൻസി, ഇതിന്റെയൊക്കെ കുറവ് മൂലം ഇത്തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡിസബിലിറ്റീസ് ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലാണ് ബാധിക്കുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാൻ പറ്റില്ല ഏത് ഭാഗത്താണ്, നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിലായിരിക്കും ചിലപ്പോൾ ഡിസബിലിറ്റീസ് ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള ഡിസബിലിറ്റീസ് കുട്ടികളുടെ സാധാരണ ജീവിതം, അവരുടെ നോർമൽ ലൈഫിനെയും അതുപോലെ തന്നെ അവരുടെ ചലനശേഷിയെയും ബാധിക്കും. ഓക്കെ, അപ്പൊ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ അവര് മൂവ് ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിനകത്തൊക്കെ എന്ത് ചെയ്യാം, ഈ ഡിസബിലിറ്റീസ് ബാധിച്ചെന്ന് വരാം. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടേണ്ട ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ പറയുമല്ലേ, അതായത് കരുണ, സഹായം, സ്നേഹം, സപ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കുട്ടികളെ നമുക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെ, ചില കുഞ്ഞുങ്ങളുണ്ട്, അതായത് ഇപ്പൊ കൈകാലുകൾ തളർന്നതായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളവരായിക്കോട്ടെ, അവരൊന്നും സമൂഹത്തിന് മുമ്പിലോട്ട് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. മെജോറിറ്റിയും റയർ കേസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ചില നമ്മൾ യൂട്യൂബ് ഒക്കെ തുറന്നു നോക്കുമ്പോൾ ചില ആളുകള്, അതായത് നമ്മളെ പോലെ അല്ല, ധാരാളം കുറവുകൾ ഉണ്ട് അവർക്ക്, എന്നാലും അവര് ധാരാളം ഹാർഡ് വർക്ക് ചെയ്യുകയും അവരുടേതായിട്ടുള്ള ഒരു സക്സസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാല് അവർക്ക് നമ്മൾ ബേസിക് ആയിട്ട് കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്നേഹം കൊടുക്കാം, കരുണ കൊടുക്കാം, അതുപോലെ സപ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്നായാലും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്നായാലും കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരുടെ ഡിസബിലിറ്റീസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോമ്പൻസേഷൻ എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പഠന മാർഗങ്ങൾ, അതായത് അവരുടെ കുറവുകൾ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് രൂപപ്പെടുത്തുക, ലേണിംഗ് മെത്തേഡ് രൂപപ്പെടുത്തുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എല്ലാ ഡിസബിലിറ്റീസിനും ഒരേപോലെയുള്ള മെത്തേഡ് ആയിരിക്കില്ല ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടിയുടെ ഡിസബിലിറ്റി എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ലേണിംഗ് മെത്തേഡ്സ് ആയിരിക്കും ചിലപ്പോൾ അവിടെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അതെ. അപ്പൊ നമ്മള് ഈ ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്, ചില വ്യക്തികളുണ്ട്. ചിലർക്കൊക്കെ കയ്യോ കാലോ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പോളിയോ മൂലം നടക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. പിന്നെ അപകടത്തെ തുടർന്ന് എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ട് വീൽ ചെയറിൽ ഇരിക്കേണ്ടി വരുന്ന ആളുകളുണ്ട്. സെറിബ്രൽ പാൾസി കാരണം ചലനം, അതായത് ആ ഒരു മൂവ്മെന്റ് ഇല്ലാത്ത കുട്ടികളുണ്ട്. പിന്നെ എന്താ പറയാ, കൈകാലുകളുടെ വളർച്ച നഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികളുണ്ട്.
പിന്നെ സ്പൈനൽ നട്ടലിന്റെ പ്രശ്നം കാരണം നിവർന്ന് നടക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികളെ കാണുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ടീച്ചർ എന്ന രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള മാക്സിമം സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെ? കാരണം നമ്മളെ പോലെ അല്ല അവര്. കുറവുകൾ ഉണ്ടായിട്ട് കൂടി, അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകളും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഇരട്ടിയായിട്ട് എന്തെങ്കിലും കഴിവുകൾ ഓർക്കുണ്ടാവും കേട്ടോ. ഇങ്ങനെയുള്ള കുട്ടികളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെ അതെ. എന്തെങ്കിലും സ്കില്ലുകൾ ഉണ്ടാകും, എക്സ്ട്രാ ആയിട്ടുള്ള കഴിവുകൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ അത് കണ്ടെത്തി അത് വളർത്തിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, എല്ലാ മനുഷ്യ ജീവിതത്തിലും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. എപ്പോഴും നമ്മുടെ പ്രശ്നമാണ് വലുതെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെ? എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? എന്റെ പ്രശ്നം എന്റെ പോലെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നായിരിക്കും നമ്മള് ആലോചിക്കുന്നത്. എന്റെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഒന്നും അല്ല ശരിക്കും പറഞ്ഞാല്. ഇത്തരത്തിലുള്ള, അതായത് നമ്മൾക്ക് നേരാവണ്ണം നടക്കാൻ പറ്റുന്നുണ്ടോ, നിൽക്കാൻ പറ്റുന്നുണ്ടോ, ഇരിക്കാൻ പറ്റുന്നുണ്ടോ, കഴിക്കാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മള് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത എത്രയോ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്, അല്ലെ? ഒരു ടോയ്ലറ്റിൽ പോകണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വേണം. ഓക്കെ, അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ എന്താണ്, നമ്മുടെ ഒന്നുമല്ല, അല്ലെ? അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? അപ്പോ നമ്മൾ ആദ്യം, അതായത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് കൊടുക്കേണ്ടതും, അതായത് ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ അറിയുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ കാണുമ്പോഴാണ്. അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാല് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. അപ്പൊ അതിന് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയാം. ഓക്കെ, അപ്പൊ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കാം. നിങ്ങളുടെ കൺമുമ്പിൽ ഇങ്ങനെ ഒരു കുട്ടി വന്നു കഴിഞ്ഞാല് ആ കുട്ടിയെ മെന്റലി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകളും ട്രെയിനിങ്ങുകളും നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ആ കുട്ടിക്ക് ആവശ്യമായിട്ട് കോൺഫിഡൻസ് കൊടുക്കുക. ഓക്കെ, അതായത് ഈ കുട്ടികൾ എന്ന് പറഞ്ഞാല് ഡിസബിലിറ്റീസിനോടൊപ്പം തന്നെ, അതായത് ഫിസിക്കലി ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ കൂടി മെന്റലി വീക്ക് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകും ഇതിനകത്ത്. കാരണം ഇത് സപ്പോർട്ട് ഇല്ലാത്ത, അല്ലെങ്കിൽ സ്നേഹമോ കരുണയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കിട്ടാത്ത കുട്ടികളും ഇതിനിടയിൽ ഉണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ വളർത്തിയെടുക്കുന്നതാണ് ഒരു ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? Okay. Then next one, mentally retarded children. എന്താണ് നമുക്ക് നോക്കാം. നേരത്തെ സെമിനാർ പ്രസന്റ് ചെയ്തായിരുന്നു. എന്താണത്? ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മെന്റലി റിട്ടയർഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാല് IQ ലെവൽ നന്നായിട്ട് കുറഞ്ഞ കുട്ടികളായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. IQ ലെവല് കുറഞ്ഞ കുട്ടികള്, അല്ലെങ്കിൽ ബുദ്ധിശക്തി കുറച്ചും കുറവുള്ള, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ. അതെ, മാനസിക വെല്ലുവിളി, അതുപോലെ ബുദ്ധിബലം കുറവുള്ള കുട്ടികൾ. അത്തരത്തിലുള്ള കുട്ടികൾക്കും എന്താണ് ഈ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇവരുടെ സാധാരണ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പഠിക്കാനുള്ള ഒരു ശേഷിയില്ലായ്മ, അല്ലെങ്കിൽ സാധാരണ കുട്ടികളെ പോലെ പഠിത്തത്തില് എന്താ പറയാ, അതിനുള്ള ഒരു കഴിവില്ലായ്മ, അതുപോലെ തന്നെ ഓർമ്മശക്തി ഇല്ലാതിരിക്കുക, പിന്നെ അതുപോലെ ശ്രദ്ധ കുറവുണ്ടാവുക, പിന്നെ ചിന്തിക്കാനുള്ള കഴിവില്ലാതിരിക്കുക, പിന്നെ ക്രിയേറ്റിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കുക. പിന്നെ ബുദ്ധി എന്ന് പറയുന്നത്, അതായത് അവരുടെ ബുദ്ധി വികസനം എന്ന് പറയുന്നത് കുറച്ച് മന്ദഗതിയിലുള്ളതായിരിക്കും. അതായത് സാധാരണ ഒരു കുട്ടി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്നത് പെട്ടെന്നായിരിക്കും, അല്ലെ? നമ്മളൊക്കെ അങ്ങനെയാണ്, എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെസ്പോൺസ് ചെയ്യും, അല്ലെ? പക്ഷെ ഇത്തരത്തിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സ്ലോലി ആയിരിക്കും. കാരണം അവർക്കത് വരില്ല, പെട്ടെന്ന് റെസ്പോണ്ടിങ് കാര്യങ്ങളൊന്നും വരില്ല, കുറച്ച് മന്ദഗതിയിലായിരിക്കും ഇവരുടെ ബുദ്ധി വികസനം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികളെയും എന്ത് ചെയ്തിരിക്കണം? ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ഇത് നമ്മൾക്കിപ്പോ പാരന്റ്സിനൊക്കെ അറിയാൻ സാധിക്കും. കാരണം പാരന്റ്സ് എപ്പോഴും അവരെ കാണുന്നതാണ്. ജന്മനാ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ അംഗൻവാടിയിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിലും പ്രീ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിലും എത്രമാത്രമാണ് ഇതിന്റെ ഒരു തീവ്രത എന്ന് അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനായാലും പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അപ്പൊ
നേരത്തെ തന്നെ നമ്മൾ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും കൊടുക്കുന്നതിലൂടെ അവർക്ക് എത്രത്തോളമാണോ അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്, അതായത് അവരുടെ കപ്പാസിറ്റി എന്താണോ അതിനനുസരിച്ച് ആ കുട്ടികളെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ആരെങ്കിലും കണ്ടിട്ടുണ്ട് അല്ലേ? എന്റെ ഒരു ഫ്രണ്ടിന്റെ മോനുണ്ട്, ഇപ്പൊ 4 വയസ്സായി, പക്ഷെ അവന് ഒരു 1.5 വയസ്സിന്റെ ബുദ്ധിയേ ഉള്ളൂ. ബാക്കൗട്ടാണ്. പിന്നെ ഒരു കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിസിക്കലി കാണാൻ ഒരു പ്രശ്നവും ഇല്ല, പക്ഷെ അവന് ഈ പറഞ്ഞ പോലെ കാര്യങ്ങള് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്. ഫിസിക്കലി ഓക്കെയാണ്, പക്ഷെ കാര്യങ്ങള് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അതുപോലെ നമ്മള് യൂട്യൂബിൽ ഒരു ഷിജു എന്നൊക്കെ പേര് ഓർമ്മയില്ല. അപ്പൊ ആ ഒരു കുറച്ച് വലുതായിട്ടുള്ള ഒരു ചെക്കനാണ്, പക്ഷെ അവര് അതിനെ പഠിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മോണ്ടിസോറിന്റെ ഇതുപോലെ കാർഡ്സും അതൊക്കെ ഒട്ടിച്ചിട്ട് ആ കുട്ടിനെ പഠിപ്പിക്കുന്ന രീതി വീഡിയോയിൽ കാണാറുണ്ട്. അപ്പൊ ഈ മോണ്ടിസോറി മെത്തേഡ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ലൊരു ഉപകാരമുള്ള കാര്യമാണെന്ന് തോന്നുന്നു. ആ ഒരു വീഡിയോ കണ്ടപ്പോ അങ്ങനെ തോന്നി, ഇതുമായിട്ട് ബന്ധപ്പെട്ടതുപോലെ തോന്നി. മോണ്ടിസോറി മെത്തേഡ് കൂടുതൽ ഇതുമായിട്ട് ഇത്തരത്തിലുള്ള കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ് വളരെയധികം. കുറച്ചും നല്ല രീതിയിൽ ഒരു റോൾ വഹിക്കുന്നുണ്ട് മോണ്ടിസോറി മെറ്റീരിയൽസ്. ഓക്കെ, അപ്പൊ ഈ മെന്റലി റിട്ടേർഡഡ് ആയിട്ടുള്ള ചിൽഡ്രൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികള്, അതുപോലെ തന്നെ അവരുടെ ദൈനംദിന കാര്യങ്ങള് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഡ്രസ്സ് ഇടാനായിട്ട് സാധിക്കാത്തത്, അവര് നമുക്കറിയാം നമ്മളെല്ലാവർക്കും തനിയെ ഡ്രസ്സ് ഇടാൻ പറ്റുന്നവരാണല്ലേ. കുഞ്ഞുങ്ങൾ ഒരു പ്രായം തുടങ്ങി തനിയെ എന്ത് ചെയ്യും, ഡ്രസ്സ് വിയർ ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് അതിന് സാധിക്കാതെ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കുട്ടികള്, അവരതിന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും അവർക്കത് മറ്റുള്ള കുട്ടികളെ പോലെ ശരിയായിട്ട് വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തത് ശരിയായിട്ട്, അതായത് പറയുന്ന ഒരു കാര്യം ഓർത്തെടുക്കാൻ കഴിയാത്തത്. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സിലെ ആക്ടിവിറ്റീസ് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തത്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ സ്കിൽസ് കുറവുള്ള കുട്ടികൾ, അതായത് ഇന്ററാക്ഷൻ ഇല്ല, മറ്റുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ഷൻ ഇല്ല, എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികള്. പിന്നെ അതുപോലെ തന്നെ അതായത് അവരുടെ ആ ഒരു സാധാരണ കുട്ടികളെ പോലെ പഠിക്കാനുള്ള ശേഷിയില്ലാത്തത്, വായിച്ചെടുക്കാനായിട്ട്, എഴുതാനായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ നമുക്ക് മെന്റലി റിട്ടേർഡഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിൽ എടുത്താവുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്തത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഒന്ന് പറയാം, എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഇത്തരത്തിൽ ബുദ്ധി വികസനം കുറവുള്ള കുട്ടികളെ നമുക്കറിയാം കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനിൽ പ്രത്യേക ട്രെയിനിങ് പ്രോഗ്രാമിലൂടെയാണ് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവരെ എല്ലാ കുട്ടികളുടെയും ഇടയിലിരുത്തിക്കൊണ്ട് അവർക്കൊരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതാണെന്ത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് സാധാരണ കുട്ടികളുടെ ഇടയിലിരുത്തിക്കൊണ്ട് അവരെ പഠിപ്പിക്കുന്ന രീതി. ഇത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഉണ്ടാകുന്നത്? അവര് ചെറുതായിട്ട് ഇമ്പ്രൂവ്മെന്റ് കൂടുതലാവും, പിന്നെ ഐസൊലേഷൻ ഫീലിംഗ് ഉണ്ടാവില്ല, ഒരു ഒറ്റപ്പെടൽ ഫീലിംഗ് ഉണ്ടാവില്ല അല്ലെ. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പ്രത്യേകമായിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ ഉള്ളിലൊരു തോന്നലുണ്ടാവും, ഞാൻ ഇങ്ങനെയാണല്ലോ, അവരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തില്ലേ, അങ്ങനെയുള്ളൊരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ സാധാരണ കുട്ടികളുടെ കൂട്ടത്തിൽ ഇവരിരുത്തി കഴിഞ്ഞാൽ ഇവർക്ക് ആ ഒരു ഏകാന്തത അല്ലെങ്കിൽ ലോൺലിനെസ് എന്ന് പറയുന്നത് ഫീൽ ചെയ്യില്ല. എല്ലാവരെ പോലെ തന്നെ ഈ കുട്ടിയെയും കൺസിഡർ ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത ഈ കുട്ടിയിൽ വളരുകയും അത് ഈ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ സഹായിക്കുകയും ചെയ്യും. സ്പെഷ്യൽ സ്കൂളിലുള്ള കുട്ടികൾ ഈ കുട്ടിയുടെ പോലെ മിണ്ടാത്ത ഇൻട്രോവേർട്ടുകളായ കുട്ടികളാണെങ്കിൽ എല്ലാവരും ഇതേപോലെ മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടിക്ക് ചിലപ്പോൾ ഒന്നും മുന്നോട്ട് വരാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷെ എല്ലാ കഴിവുകളുള്ള കുട്ടികളുടെ ഇടയിൽ ആ കുട്ടി ഇരിക്കുമ്പോൾ കൂടുതൽ മെച്ചപ്പെടാനും മറ്റുള്ള കുട്ടികൾ ചെയ്യുന്നത് നോക്കി ചെയ്യാനും സംസാരത്തിലും എല്ലാത്തിലും മെച്ചപ്പെടാൻ സാധിക്കും. അതെ,
ഇപ്പൊ സാധാരണ കുട്ടികൾ എന്തെങ്കിലും ആക്ടിവിറ്റികളിൽ ഏർപ്പെടുവാണെങ്കിൽ ഈ കുട്ടിയും അതിനകത്ത് ഉൾപ്പെടുത്തി ആ കുട്ടിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാം. അപ്പൊ കുട്ടിക്ക് ചെയ്യാനുള്ളൊരു കുട്ടി അത് ട്രൈ ചെയ്യും ചെയ്യാനായിട്ട്. ആദ്യ തവണ അല്ലെങ്കിൽ രണ്ടാമത്തെ തവണ മൂന്നാമത്തെ തവണ ഫെയിലിയർ ആയെങ്കിൽ കൂടിയും നാലാമത്തെ തവണ ചിലപ്പോ ഇവരുടെ കൂടെ ചെയ്യുമ്പോൾ സക്സസ്ഫുൾ ആയിന്ന് വരും. ഓക്കെ, അത്തരത്തില് നോർമൽ സ്കൂളിൽ അവർക്ക് എലോ ഉണ്ടാവില്ലല്ലോ, അങ്ങനെ കുട്ടികൾക്ക് അവരെ എലോ ചെയ്യില്ലല്ലോ നോർമൽ സ്കൂളിൽ ഇതാക്കാൻ ചെയ്യാറില്ല. ഭൂരിഭാഗം സ്കൂളുകളിലും ചെയ്യാറില്ല. എന്നാലും നമ്മുടെ ഈ ഒരു പ്രത്യേക ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ വഴി കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഞാന് പ്ലസ് 1 പഠിച്ചിരുന്ന സമയത്ത് പട്ടാമ്പി ഗവൺമെന്റ് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അതില് സംസാരിക്കാത്ത 3 കുട്ടികളുണ്ടായിരുന്നു എന്റെ ക്ലാസ്സിൽ. സംസാരിക്കാൻ കഴിയാത്ത 3 കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് ചെവിയും കേൾക്കില്ല. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ ഇരുന്നിട്ട് അവര് ഞങ്ങളുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യും, എല്ലാം ചെയ്യും. ഒന്നിലും ഒരു കുറവുകളൊന്നും ഇല്ലാത്ത കുട്ടികളാണ്. സംസാരിക്കാൻ മാത്രം കഴിയില്ല എന്നുള്ളൂ. അങ്ങനെ കൂടുതലായിട്ട് പരിമിതികളൊന്നും ഇല്ലാത്ത കുട്ടികളൊക്കെ അങ്ങനെ ചേർക്കുന്നുണ്ടാവും. ബുദ്ധിയുടെ കാര്യം അറിയില്ല. ബുദ്ധി കുറവുള്ള കുട്ടികളെ ഇങ്ങനെ കുട്ടികളുടെ അടുത്ത് കൊടുന്നിരുത്തിയ കുട്ടികൾക്ക് അവരുടെ മൂത്രമൊഴിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇതിപ്പോ സംസാരിക്കാത്തതാവുന്നതുകൊണ്ടും കുഴപ്പമില്ല. അവർക്ക് കുറച്ച് രാവിലെ നേരത്തെ ക്ലാസ് വെക്കും. അവരുടെ ബുക്ക് വേറൊരു ബുക്കാണ്, ഇങ്ങനെ വേറൊരു ബുക്കാണെന്നൊക്കെ പറഞ്ഞു. അവർക്ക് വേറെ ക്ലാസ് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അവര് ഞങ്ങൾക്ക് കൊടുക്കുന്നതിന്റെ പുറമെ വേറെ ഒരു പീരീഡ് എക്സ്ട്രാ അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുട്ടികളെ സ്പെഷ്യൽ ടീച്ചർ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അവർക്ക് വേണ്ടി മാത്രം ഒരു ടീച്ചറെ അപ്പോയിന്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, സപ്പോർട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ കുറച്ചും കൂടി നല്ലതാണ്. കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ കുട്ടിയുടെ കാര്യങ്ങൾ മാത്രമാണ് ആ ടീച്ചർ നോക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയാ ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഇപ്പോ ലേണിംഗ് ഇൻസ്ട്രുമെന്റ്സ്, പഠന സാമഗ്രികൾ, നമ്മൾ നേരത്തെ മോണ്ടിസോറി മെറ്റീരിയൽസ് പറഞ്ഞതുപോലെ തന്നെ, അതായത് കുറച്ചുകൂടി അവർക്ക് കുറച്ചുകൂടി അഡാപ്റ്റഡ് ആയിട്ടുള്ള ചില മെറ്റീരിയൽസ് അവർക്ക് കൊടുക്കുന്നതിലൂടെ കുട്ടികളെ ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം, അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ്. എന്താണ് അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ്? ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? അവർ ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കലി ഒക്കെയുള്ള മെന്റൽ ആക്ടിവിറ്റീസും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുക. യോഗ പോലെ അല്ലെങ്കിൽ എക്സസൈസ് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് കഴിവ്, ഏതിലെ കഴിവ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഇപ്പൊ ചിത്രം വരയിൽ കഴിവുള്ള കുട്ടികളുണ്ടാവും, പാട്ട് പാടാൻ കഴിവുള്ള കുട്ടികളുണ്ടാവും. ഇതൊക്കെ ഒരു മെന്റൽ ആയിട്ട് വരും. അതായത് അവരുടെ ആ ലേണിംഗ് കേപ്പബിലിറ്റി കൂട്ടുക എന്നുള്ളതിന് പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പിക്ചേഴ്സ് പരിചയപ്പെടുത്തുക, ഷേപ്സ് പരിചയപ്പെടുത്തുക, പിന്നെ അതുപോലെ തന്നെ ബിഗ് സ്മോള്, പിന്നെ കളേഴ്സ്, അതുപോലെ തന്നെ നമ്പേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് അവരെ നല്ല രീതിയിൽ അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ സാധാരണ കുട്ടികളിൽ നിന്ന് ഉപരിയായിട്ട് കുറച്ചും കൂടി വലുതാക്കിയോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒബ്സർവ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഇതൊക്കെ പ്രസന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സാധാരണ കുട്ടികളെ നമ്മൾ പിക്ചേഴ്സും കളേഴ്സും ഒക്കെ നമ്മൾ കാണിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ ഐഡന്റിഫൈ ചെയ്യും. പക്ഷെ ഇത്തരത്തിലുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? സാധാരണ കാണിക്കുന്നത് പോലെ നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ചിന്തിക്കുന്നു, ഇത് മോണ്ടിസോറി പോലത്തെ ക്ലാസ്സസ് ആണെങ്കിൽ കുട്ടികൾ ഏതിനോടാണ് താല്പര്യം കാണിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം മോണ്ടിസോറിയിൽ എവിടെ ഇരുന്ന് പഠിക്കണം, എവിടെ ഇരുന്ന് എന്ത് ചെയ്യണം എന്നൊരു റെസ്ട്രിക്ഷൻസും ഇല്ലല്ലോ. അപ്പൊ അവർ ഏതിലേക്കാണ് അവരുടെ താല്പര്യം പോകുന്നത് എന്ന് ആ ടീച്ചർക്ക് മനസ്സിലാക്കാനും പറ്റും, ആ കുട്ടിയെ ആ വഴിയിലേക്ക് കൊണ്ടുപോകാനും പറ്റും. ഓക്കെ, അപ്പോ ഇതാണ്, അതായത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള കളർ ആയാലും അതുപോലെ സ്മോള് നമ്പേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളായാലും പ്രസന്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ലെക്ചറിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. അതെ.
പിന്നെ സിമ്പിൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതായത് വാക്കിംഗ്, ബോൾ ക്യാച്ചിങ്, പിന്നെ ബേസിക് ആയിട്ടുള്ള എക്സസൈസ് ഇതൊക്കെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡെയിലി ലിവിങ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ബട്ടണിങ് ചെയ്യേണ്ടത് ഡ്രസ്സ്, പിന്നെ കോമ്പിങ്, മുടി എങ്ങനെയാണ്, ഹെയർ എങ്ങനെയാണ് കോംബ് ചെയ്യേണ്ടത്, പിന്നെ വാഷിംഗ് ഹാൻഡ്സ്, കൈ കഴുകുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ പസിൽസ് വിത്ത് ലാർജ് പീസസ്, പസിൽസ് ഒക്കെ അതായത് സാധാരണ കുട്ടികളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടായിരിക്കും ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടി അവർക്ക് പലതവണ ഇത് കാണിച്ചു കൊടുക്കുന്നതിലൂടെ പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കിട്ടുകയും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ കൂടിയും കുട്ടികൾ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ക്ലേ മോഡലിംഗ്, ഡ്രോയിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. പിന്നെ മ്യൂസിക് ആൻഡ് റിതം ആക്ടിവിറ്റീസ്, ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ കലാവാസന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എക്സ്ട്രാ ഒരു കഴിവ് എവിടെയെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്നുണ്ടാകും. അത് ഏതാണെന്ന് ആദ്യം കണ്ടെത്തണം. ചില കുഞ്ഞുങ്ങൾക്ക് മ്യൂസിക്കിലുള്ള കഴിവുണ്ടാകാം, ഇത്തരത്തിലുള്ള അല്ലെ. ഇപ്പോ ഞാൻ അന്നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കേൾവി പ്രശ്നമുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ, ഒരു കുട്ടിക്ക് കേൾവിക്ക് തകരാറുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ കാഴ്ചശക്തി കൂടുതലായിരിക്കാം. അങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഐഡിയ സ്റ്റാർ സിംഗറിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, അതില് ഫസ്റ്റ് സീസണിലാന്ന് തോന്നുന്നു ഇങ്ങനെ ഓട്ടിസം ഉള്ള ഒരാള് പാട്ട് പാടിയിരുന്നതില്. അവസാനം ഫിനാലെ റൗണ്ട് വരെ എത്തി. അത്രയും കഴിവുള്ളൊരു പയ്യനാണ്. അവസാനം ആ അസുഖം കാരണം ആ ലാസ്റ്റ് സ്റ്റേജില് ആളുകളെയും ഒക്കെ കണ്ടിട്ട് അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. പണ്ട് നടന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സി ആണ് സ്പെഷ്യൽ ക്ലിനിക്. എന്താണ് ഈ സ്പെഷ്യൽ ക്ലിനിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊന്ന് നിങ്ങൾ റീഡ് ചെയ്തോളൂ കേട്ടോ. സ്പെഷ്യൽ ക്ലിനിക് തുടങ്ങി ഒന്ന് റീഡ് ചെയ്തോളൂ. എന്താ സ്പെഷ്യൽ ക്ലിനിക്? ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യൽ ക്ലിനിക് ആവശ്യമാണോ? ആയിരിക്കില്ല മാം, ആണെന്ന് തോന്നുന്നു. വേണം അല്ലെ. അതായത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മെന്റൽ സപ്പോർട്ട് മാത്രം കൊടുത്താൽ പോരാ, മറിച്ച് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ചികിത്സയും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള സപ്പോർട്ട് മാത്രം മതിയോ? ഒരിക്കലുമല്ല. തക്ക സമയത്ത് ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്തിരിക്കണം അല്ലെ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള, അതായത് ഇടയ്ക്കിടയ്ക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ ക്ലിനിക്കുകൾ സംഘടിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഡോക്ടർമാര്, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകള്, സ്പീച്ച് തെറാപ്പിസ്റ്റുകള്, പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റുകള് തുടങ്ങിയവരുടെ സഹായവും ലഭ്യമാക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്നതിന് അതിനോടനുബന്ധിച്ച ഡോക്ടർമാരെയോ അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകളുടെയോ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് പോലുള്ളവരുടെ സഹായവും ഇവർക്ക് ലഭ്യമാക്കിയിരിക്കണം എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ കേൾവിക്ക് തകരാറുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ മന്ത്ലി ഒരു ENT ക്ലിനിക്ക് സംഘടിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെറിബ്രൽ പാൾസി ഉള്ള ഒരു കുട്ടിക്കാണെങ്കിൽ ഫിസിയോതെറാപ്പി ക്ലിനിക്ക്. അങ്ങനെ ഏത് പ്രശ്നമാണ്, എന്താണ് ആ കുട്ടിയുടെ പ്രശ്നം, അതിനനുസരിച്ചിട്ടുള്ള ഡോക്ടർമാരെ അവൈലബിൾ ആക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. അപ്പൊ മാനസിക പിന്തുണ കൊണ്ട് മാത്രം, മെന്റൽ സപ്പോർട്ട് കൊണ്ട് മാത്രം കാര്യമില്ല. പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും മെഡിസിൻസും ടേക്ക് ചെയ്താൽ മാത്രമാണ് ആ കുട്ടിയെ നമുക്ക് ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഓക്കെ, ക്ലിയർ ആണോ? അതെ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവരെ ഇതാക്കി കഴിഞ്ഞ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്മുടെ നോർമൽ കുട്ടികളുടെ അതേ രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. കാരണം ഒരാളിനെ കണ്ടിട്ടുണ്ട്. കാരണം ആ കുട്ടി കുറച്ച് ബാക്കൗട്ട് ആയിരുന്നു, ക്രോളിങ്ങും ആ സമയം എല്ലാം ബാക്കൗട്ട് ആയിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ച സമയത്ത് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് ഫിസിയോതെറാപ്പി കൊടുത്ത് ആ കുട്ടി 1.5 വയസ്സിനുള്ളിൽ നടന്നു. അതിന്റെ എല്ലാ കാര്യങ്ങളും അത് ചെയ്തു. അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡിലേ ആയി പോവായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാന്ന് പറയുന്നുണ്ട്. Then feelings of being avoided. എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒന്നാണ് ഈ കുട്ടികൾക്ക്, ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ കാണാറുണ്ട്. കുട്ടികളോട് പ്രത്യേകം ഒറ്റപ്പെടുത്തുക. അതായത് ഇങ്ങനെ പ്രത്യേക തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികള് സാധാരണ സ്കൂളിൽ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അവിടെ. അതായത് ചിലവരെ അവരെ പരിഹസിക്കും, കളിയാക്കും, പിന്നെ അതുപോലെ തന്നെ അവരെ ഒറ്റപ്പെടുത്തും, ഏത് കാര്യത്തിനും പുറകിലാക്കി വിടും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ അഫക്ട് ചെയ്യുമ്പോൾ അവരുടെ മെന്റൽ ഹെൽത്തിനെ അത് മോശകരമായിട്ട് ബാധിക്കും. ഓക്കെ, അതായത് എപ്പോഴും അവരെ മാത്രം ഒറ്റപ്പെടുത്തുന്നു, ഒന്നിനും അവരെ പങ്കെടുപ്പിക്കുന്നില്ല. ഇപ്പൊ നമ്മള് ഒരു സാധാരണ ഒരു കുട്ടിയാണെന്നിരിക്കട്ടെ, എന്നിരുന്നാൽ കൂടിയും നമ്മളിപ്പോ കുറേയധികം ഫ്രണ്ട്സുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരോടും നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം എല്ലാത്തിൽ നിന്നും തങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ? നമ്മളെ മാറ്റി നിർത്തുമ്പോ നമ്മുടെ ഫാമിലിയില് നിങ്ങൾ തന്നെ ഒന്ന് പോകുക, നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുന്നവരാണ്. പെട്ടെന്ന് ഒരു ദിവസം ഫാമിലി മെമ്പേഴ്സ് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു. അത് നമ്മുടെ ഡെയിലി ലൈഫിനെ അത് മോശകരമായിട്ട് ബാധിക്കില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന വർക്ക്, ഇതിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അത് മോശകരമായിട്ട് ബാധിക്കാറുണ്ട് അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ കുട്ടികളെ, അതായത് മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരെ മാറ്റി നിർത്തുന്നു, അവരെ ഒറ്റപ്പെടുത്തുന്നു, പിറകിലാക്കുന്നു. അപ്പോ അവർക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ഒരു ടീച്ചറിന്റെ റോള് നടപ്പിലാക്കേണ്ടത്. അതായത് ഒരു ടീച്ചർ എന്ന് പറയുന്നവര് ഇതിനകത്ത് കുറച്ച് ഡ്യൂട്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ ഒരു ഇങ്ങനെയുള്ള കളിയാക്കലുകളൊക്കെ അനുവദിക്കാതിരിക്കുക. ചില കുഞ്ഞുങ്ങളുണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കളിയാക്കും, നല്ല രീതിയിൽ കളിയാക്കും, പരിഹസിക്കും, പൊട്ടിച്ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മറ്റുള്ളവരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവരുണ്ട്. അതിനെ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ടീച്ചർ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ എല്ലാവരെയും തമ്മിൽ നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുന്ന രീതിയിൽ ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ടീച്ചറുടെ ഡ്യൂട്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ കുട്ടിയുടെയും അഭിമാനം സംരക്ഷിക്കേണ്ടതും ടീച്ചറുടെ ഡ്യൂട്ടി ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മള് കാണുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് കുട്ടികൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന്, അതായത് സാധാരണ കുട്ടികൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ഇവരെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ഓട്ട മത്സരം നടത്തിയെന്ന് വിചാരിക്കുക. ഓട്ട മത്സരത്തില് എല്ലാ കുട്ടികളും റെഡി ആയിട്ട് നിൽക്കണം ഓടാനായിട്ട്. അപ്പൊ ഈ കുഞ്ഞിനും ഓടാനായിട്ട് ഒരു താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് ഈ കുറവുള്ള കുട്ടിക്ക്. പക്ഷെ ആ കുറവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിനക്കത് പറ്റില്ലല്ലോ, നീ മാറി നിൽക്കാന്ന് പറയുകയാണ് സാധാരണ കുട്ടികൾ. അപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്യും? അവിടെ അത് മോശകരമായിട്ട് അത് ബാധിക്കും. ആ കുട്ടിയുടെ ആ ഒരു എന്താ പറയാ ദിവസമേ എന്താ പറയാ ഒരു നല്ല ഇനാക്റ്റീവ് ആയിട്ട് പോകും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ടീച്ചറിന്റെ മുന്നിൽ കാണുവാണെങ്കിൽ അതിനപ്പം തന്നെ പരിഹാരം കാണേണ്ടതുണ്ട്. ഓക്കെ, വെറുതെ ഇരിക്കാനായിട്ട് പാടുള്ളതല്ല. പിന്നെ ചില കുട്ടികൾ വിക്കുള്ള കുട്ടികളുണ്ട് അല്ലെ? അവരെയൊക്കെ കളിയാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ? കണ്ടിട്ടുണ്ടോ അങ്ങനെ വിക്കുള്ള? അതായത് അവര് സംസാരിക്കുമ്പോ മറ്റുള്ളവർക്ക് അതൊരു പരിഹാസ കഥാപാത്രമായിട്ട് മാറുവാണ്. അവർക്കത് സംസാരിക്കാൻ പറ്റില്ല. നമ്മുടെ ജയസൂര്യയുടെ ഒരു സിനിമ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? തന്നെ അതിനകത്ത് ആ വ്യക്തി ഉപയോഗിച്ചിരിക്കുന്ന ട്രിക്കുകളുണ്ട് അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതൊക്കെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നേരിടുന്ന പ്രശ്നങ്ങളാണ്. കളിയാക്കലുകളും ഒറ്റപ്പെടലുകളും പരിഹാസവും ഒക്കെ. അപ്പൊ അതിനെങ്ങനെ മറികടക്കാമെന്ന്, അതായത് നമ്മൾ മറ്റുള്ളവരുടെ സപ്പോർട്ട് വേണം, അതിലുപരി നമുക്ക് തന്നെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എളുപ്പത്തിൽ
മറികടക്കാനായിട്ട് സാധിക്കും. ഓക്കെ ഓക്കെ. അപ്പോ ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്, വെൽഫെയർ സർവീസ് ഫോർ നോർമൽ ചിൽഡ്രൻ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇത് നല്ല രീതിയിൽ വായിക്കുക കേട്ടോ. വീട്ടിലിരുന്ന് നല്ല രീതിയിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഒന്ന് സങ്കല്പിച്ച് നോക്കുക, നിങ്ങളുടെ ചുറ്റിലും കണ്ടിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ഷെയർ ചെയ്യാം. ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വൈകല്യങ്ങളുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അതിനെ അവർ ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് അടുത്ത ക്ലാസ്സിൽ പറയാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ പറയണം. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കരുത്, തുറന്നു പറയണം കേട്ടോ. അത് മറ്റുള്ളവർക്കും ഒരു മോട്ടിവേഷൻ ആവും. ഓക്കെ, അപ്പോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. സൈൻ ഔട്ട് ഉണ്ട്, ഒരു സോങ് ആണ്. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർക്കുടമുള്ളിൽ വീട്ടി കണിക്കുന്ന പൂമണിക്കമലണിഞ്ഞും പുളിയിരക്കര കസവും മുന്തൊടുത്തും തുഴയുന്നൊരു നാടൻ പെണ്ണായോ കണ്ണാടി ചില്ലല തോൽക്കും കുളിനീരിൻ തീരാ മധുരം ഇല്ലോളം നുള്ളിയെടുത്തോട്ടേ ഞാൻ ആരോളം മുങ്ങി നിവർന്നോട്ടേ. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർക്കുടമുള്ളിൽ മീട്ടി. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നന്നായി പാടി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.